ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം റിക്കവറിയിലേക്ക് വരണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ സമയങ്ങളിൽ ശരിയായ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇവിടെ സെക്കൻഡ് കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു കേസ് ഉണ്ട്. സാധാരണ രീതിയിൽ സെക്കൻഡ് കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും നീര് കൂടുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ സ്വെല്ലിങ് വരുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എല്ലാവർക്കും എന്ത് നഷ്ടപ്പെടും? അവരുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് ഇനി ഇത് റിക്കവർ ആവില്ല എന്ന് സ്വന്തമായി വിചാരിച്ച് ചെറിയ ചെറിയ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ ചലഞ്ചസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആ ചലഞ്ചസിനെ ഫേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ACL ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷമുള്ള റീഹാബിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് സാധാരണമാണ്. അത് ഓർത്തിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിച്ചോ ഡിപ്രഷൻ അടിച്ചോ ഒന്നും ഇരിക്കാൻ പാടില്ല. ഇതിനെ ഓവർകം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് മാത്രം നിങ്ങൾക്ക് മതി. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഹാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോർമൽ ലൈഫിലേക്ക് വരാൻ സാധിക്കുക തന്നെ ചെയ്യും.